ഉണ്ടല്ലോ സാധനം. ഹായ് ചേച്ചി. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. 8000 രൂപയാ. കൊള്ളാവോ? എന്തെങ്ങനെ നിക്കണേ? നീ വല്ലതും കഴിച്ചാ വെച്ചേ? എന്റെ അമ്മ പോലും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ കഴിച്ചോളാം അമ്മേ. എന്താ കൊള്ളാവോ? അങ്ങ് ബോംബെന്നാ. ആ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വേണോ? അയ്യോ എന്റെ ഇരിപ്പുണ്ട് 2 എണ്ണം. ഏയ് വേണ്ട, എനിക്ക് ഇതൊക്കെ ഇഷ്ടം. ചേച്ചിക്ക് നന്നായിട്ട് ചേരും. എടുത്തു തരട്ടെ ചേച്ചിക്കോ? എന്തോ? ഓ ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ ഇതെന്ത് കോലുവാ? ഇതെവിടെ പോവാ? ഞാൻ പാർട്ടിയുടെ മീറ്റിങ്ങിന്. ഇങ്ങനെയാ പോകുന്നത്? വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ ഉടുത്ത് ഒരു കളർഫുൾ ആയിട്ട് പോണ്ടേ? അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിങ്ങിന് പോകുമ്പോ ഇതാണ് ഞാൻ ഇടാറ്. പാർട്ടി മീറ്റിംഗ് ആ എന്താ കളർഫുൾ ആയിട്ട് പോണ്ടേ? പയ്യന്മാരെ പോലെ നല്ല കളർഫുൾ ഷർട്ടും പാൻസ് ഒക്കെ ഇട്ട്. നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ? ഒരു വേണം കഴിച്ചോളൂ. മോളും വളരെ നിറച്ച് അമ്മാന്റെ ഒരു ദോഷം കൂടി തരട്ടെ? വയറ് നിറഞ്ഞു. ഇനി ഒന്നും ചെല്ലില്ല. കഴിക്കമ്മ. നേരത്തോട് തിരുമ്പോ എങ്ങനെയല്ലേ കഴിക്കാം. ഇതൊക്കെ കണ്ടിട്ട് ഒരു ദോഷം കൂടി തരട്ടെ? വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്നാ 2 ദോഷം ഉണ്ട്, ഇത് 2 കഴിച്ചിട്ട് പോയാൽ മതി. അത് അവള് തന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഈ മുട്ടയും കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. എന്താ ജമ്പി ഇത് മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് എന്റെ സ്വഭാവം പറഞ്ഞു. ആരാ? ഞാനോ? ആ ക്ലീറ്റാണോ? ആ ഞാനാടി. ക്ലീറ്റ പോയില്ലേ ഇതുവരെ? ആ പോയ ഞാനേ ഡ്രസ് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വെച്ച്. എന്ത് ഇത് അലമാരുടെ ഏറ്റവും അടിയിലിരുന്ന് വെച്ച പൂത്ത് മണക്കണം. എന്തിനാ ഇതെടുത്തിട്ടേക്കണേ? പൂത്ത് മണക്കണം എന്നാണ് പറഞ്ഞ. ഒരു ബോട്ടിൽ സ്പ്രേ ഞാൻ ഇതിൽ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, മണല്ലേ? ഓക്കെ. എവിടെ പോവാന്ന്? പാർട്ടി മീറ്റിങ്ങിന്. പാർട്ടി മീറ്റിങ്ങിന് നിങ്ങൾ ഇങ്ങനെ പോവാറില്ലല്ലോ. പാർട്ടിക്ക് അവിടെ ഇങ്ങനെ വേഷം ഇട്ടുകൊണ്ടേ പോകാവുന്നൊന്നുമില്ല. ഞാൻ പിന്നെ കുറേ നാൾ വെള്ളം ഇട്ടുകൊണ്ട് പോയാലേ ഒരു ദിവസം ഒരു മാറ്റം അത്രേ ഉള്ളൂ. ഒരു നല്ലതായിരിക്കും ഒരു ചേഞ്ച്. ഒരു ചേഞ്ചും ഇല്ല കേട്ടാ. ഭയങ്കര ബോറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഇത് ഇടാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയി. വയറും ചാടി. വയറും ആരാ പറഞ്ഞു? എവിടെ വയറ് ചാടിയിരിക്കുന്നു? എന്തേലും പറയല്ലേ ഇതൊക്കെ? പറയാം, നമുക്ക് ഈ ഡ്രസ്സിന് അങ്ങനെ പ്രായമൊന്നുമില്ല. നമുക്ക് ഏത് ഡ്രസ്സ് ഏത് പ്രായത്തിലും ഇടും. ഇവന് വിദേശികളൊക്കെ ഡ്രസ്സില്ലാതെ നടക്കും.